അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ തുടർഭരണം കിട്ടേണ്ട വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉടലെടുത്തു. അത് അദ്ദേഹം കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണ നേതാക്കളുടെ ഒരു തുടർഭരണം തന്നെയാണ്. അപ്പോൾ ഈ തുടർഭരണം കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നുള്ളതാണ് ഈ രോഷത്തിന് കാരണം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ തുടർഭരണം വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശ്രീ കെ കരുണാകരൻ 1991 മുഖ്യമന്ത്രി ആയ സമയം മുതൽ അതിനുശേഷമൊക്കെ എനിക്ക് ക്ലിഫ് ഹൗസ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം അന്നത്തെ ക്ലിഫ് ഹൗസ് എന്താണ്, അതിനുശേഷം ഉമ്മൻചാണ്ടി താമസിച്ചപ്പോഴത്തെ ക്ലിഫ് ഹൗസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാം. അപ്പോൾ അടുത്ത കാലത്ത് ശ്രീ പിണറായി വിജയൻ വന്ന ശേഷം ഈ ക്ലിഫ് ഹൗസിന് വീണ്ടും ആഡംബരം കൂട്ടി. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിന് തന്നെ വീണ്ടും കുറേ ലക്ഷം രൂപ മുടക്കി അത് നവീകരിച്ചു. അവിടെ പശുത്തൊഴുത്തുണ്ടായി, പശുവിന് പാട്ട് വെച്ചു, ലിഫ്റ്റ് വെച്ചു, അതിൻ്റെ ചുറ്റുമതിലൊക്കെ വലിയ വലിയ മതിലാക്കി, വൻമതിലാക്കി.